തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകി ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെയും പരിപാലനയെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജോബിന്റെ മക്കൾക്കും വസ്തുവകകൾക്കും ചുറ്റും വേലികെട്ടി സംരക്ഷണം നൽകിയ കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും വേലികെട്ടി സ്വർഗത്തിന്റെ വലിയ സംരക്ഷണവും സഹായവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, അവന്റെ ആധിപത്യ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഞങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ. നരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേ പിതാവേ, വിശുദ്ധ മിഖായേൽ മാലാഖെ, സകല വിശുദ്ധരെ മാലാഖമാരെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളോടും പ്രത്യേകിച്ചും ഞങ്ങളുടെ എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ മോണിക്ക പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും ദൈവിക ശക്തിയാൽ സംരക്ഷിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാനും എല്ലാ മക്കളും സംരക്ഷിക്കപ്പെടുവാനും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒത്തിരിയേറെ മേഖലകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കുവാനും അവർക്ക് വേണ്ട കാവലേർപ്പെടുത്തുവാനും അവരിലുള്ള പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനും ഒക്കെ അധികാരവും ശക്തിയും അഭിഷേകവും മക്കളായ നമ്മൾ ഓരോരുത്തരും അവരോട് കാണിക്കണം. ഈ അഭിഷേകവും നമുക്കെല്ലാവർക്കും സ്വന്തമാക്കി എടുക്കുവാൻ സാധിക്കണം. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ മേഖല വശീകരണ യന്ത്രങ്ങളാല് വശീകരിക്കപ്പെട്ട് ചില ആത്മാക്കളാൽ നയിക്കപ്പെടുന്ന രീതിയിൽ അടിമപ്പെടുത്തുന്ന വലിയൊരു പൈശാചികത ഇന്ന് ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക്, പ്രേമക്കുരുക്കുകളിലേക്ക്, അല്ലെങ്കിൽ ചെടിക പാപത്തിലേക്ക്, അല്ലെങ്കിൽ വശീകരണത്തിന്റെ അടിമത്തത്തിന്റെ ബന്ധനങ്ങളിലേക്ക്, മൊബൈൽ അടിമത്തങ്ങളിലേക്ക്, ഗെയിമുകളിലേക്ക്, പൈശാചിക സിനിമകളിലേക്ക്, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ നശിപ്പിച്ചു വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി ആധിപത്യങ്ങള്, പൈശാചിക ശക്തികള് ഇന്ന് പ്രബലമാണ്. നമ്മളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ചില ഒത്തിരിയേറെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോ അനേകം മക്കള് എങ്ങനെ ഈ മക്കള് ഇങ്ങനെ പോയി, ഒത്തിരി മക്കള്, നന്നായിട്ട് പഠിച്ച മക്കള്, കുടുംബത്തോട് അതുപോലെ ചേർന്ന് നിന്ന മക്കള്, ദേവാലയത്തിലൊക്കെ പോയിരുന്ന മക്കള്, പള്ളിയിലെ പാട്ടുപാടിയിരുന്ന പെൺകുട്ടി, ഈ കുഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് ഒരു അക്രൈസ്തവൻ അവനുമായിട്ട് ബന്ധപ്പെട്ട് ലവ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഈ അടിസ്ഥാനത്തില് വെറും 10ാം ക്ലാസ് മാത്രം പഠിച്ച എന്തൊക്കെയോ കാണിച്ചു നടക്കുന്ന ഒരുത്തന്റെ കൂടെ വശീകരിക്കപ്പെട്ട് പോകുന്ന ഗതികെട്ട അവസ്ഥ. ഇതൊന്നും നല്ലട്ടോ. ഇഷ്ടം പോലെ അനുഭവങ്ങള് ധ്യാനത്തിലൊക്കെ കടന്നു വരുമ്പോ കാരണവന്മാരും നേരിട്ട് ഈ പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യമാണ്. ഈ മക്കളെ ഒരു പൈശാചിക ശക്തി വശീകരിച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തി. അതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന വശീകരണ യന്ത്രങ്ങളുണ്ട്. ആഭിചാര്യത്തിന്റെ, ക്ഷുദ്രത്തിന്റെ അവസ്ഥകള് ചില ആത്മാക്കളെ കയറ്റി. നമ്മള് പണ്ട് കാരണവന്മാര് ഇപ്പോഴും പറയാറുണ്ട്, അച്ഛാ കള്ളിൽ ചേർത്ത് ഏതാണ്ട് കൊടുത്തുന്നാ തോന്നണേ. കള്ളിൽ ചേർത്ത് കൊടുക്കുക. എന്താണ് കള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്? കള്ള് ഓൾറെഡി നമുക്കറിയാം. അതിൽ ചേർത്ത് എന്താണ്? ഒരു അരൂപിയെ കയറ്റിക്കൊടുക്കുക. ആഭിചാരിക്കാരൻ, മന്ത്രവാദിക്കാരൻ, ഊതിക്കൊടുക്കുന്നവൻ, തുപ്പിക്കൊടുക്കുന്നവൻ, ഈ വശീകരണ യന്ത്രങ്ങൾ കയറ്റുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട പിശാചിനെ ആരാധിക്കുന്ന, പൂജിക്കുന്ന, പിശാചിനെ ശക്തി സ്വീകരിച്ചിരിക്കുന്ന അനേക പേരുണ്ട്. അവനെ ആരാധിച്ച്, അവനെ പൂജിച്ച്, അവനെ വിളിച്ചു വരുത്തി ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ ഏത് ഒരു കാര്യത്തിനു വേണ്ടിയും ഈ പൈശാചിക ശക്തിയെ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ക്ഷുദ്രം എന്ന് പറഞ്ഞാല് ഒരു വസ്തു, ഒരു ഭക്ഷണം, വെള്ളം, ഒരു ഗിഫ്റ്റ്, ഇതിലൊക്കെ
പൈശാചിക ശക്തിയെ കയറ്റിക്കൊണ്ട് എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാണ്, ഒരു പെൺകുട്ടിയെ ഒരുത്തിന് വളയ്ക്കണം എന്നോർത്തോ, അതുമായി ബന്ധപ്പെട്ട് ആ വശീകരണത്തിലേക്ക് നയിക്കുന്ന അരൂപികളെ വിളിച്ച് വരുത്തുന്നവര് ആ ഒരു വസ്തുവിലോ ഗിഫ്റ്റിലോ ഭക്ഷണ പദാർത്ഥത്തിലോ വെള്ളത്തിലോ ഒക്കെ ഈ പിശാചിനെ കയറ്റിയിട്ട് ഇത് ഈ മക്കളുടെ കയ്യിലേക്ക് എത്തിക്കും. ഒത്തിരി അനുഭവങ്ങൾ. ഒരിക്കല് ഒരു പെൺകുട്ടിയോടെ ധ്യാനിക്കാൻ വന്ന അവള് ഒരു ഇതുപോലെ ഒരു തന്നെ കൂടെ പോയി തകർന്ന് നശിപ്പിച്ച് തകർന്ന് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. രക്ഷപ്പെടാൻ പോലും പറ്റണില്ല. ആഗ്രഹിച്ചിട്ടും പറ്റാത്ത വിധം ഈ കുഞ്ഞ് അടിമപ്പെട്ട് കിടക്കുക. അവസ്ഥയില് കുറെ കാര്യങ്ങൾ സംസാരിച്ചതിന് അവസാനം എന്ന പോലെ ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, നിന്റെ കയ്യില് അവൻ തന്ന എന്തെങ്കിലും ഗിഫ്റ്റ് സാധനങ്ങളുണ്ടോ? അപ്പൊ ആ കൊച്ച് ആദ്യമായിട്ട് അവൻ കൊടുത്തൊരു സംഗതി എന്നറിയോ, ഒരു തിരുഹൃദയത്തിന്റെ ലാമിനേറ്റഡ് ഒരു പടം ഇവൻ കൊടുത്താണ്. എന്ത് ലാമിനേറ്റ് ചെയ്ത് ഈശോയുടെ പടം. അത് കണ്ടപ്പോ ക്രിസ്ത്യാനി കൊച്ചല്ലേ, ഓ ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തി സ്നേഹം. ഈ പടം എന്റെ അടുത്ത് കൊണ്ടുവരിക. ഞാൻ ആ പടം വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോ തന്നെ എന്തോ ഒരു പന്തികേട്. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചിട്ട് തന്നെ ആ പടം പൊളിച്ചപ്പോ ആ പടത്തിന്റെ ബാക്കില് അറബി എഴുതിയ തകിട് വെച്ച് മൂടിയിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഏത് പടത്തിന്റെ മേലും പടത്തിനെന്താ പവറ്? ഈ കുരിശിന് പ്രത്യേകിച്ച് പവറില്ലേ? എപ്പോഴാ പവർ ഉണ്ടാവുന്നത്? ഇത് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് പൗരോഹിത്യ അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുരിശിനെ വിശുദ്ധീകരിച്ച് വെഞ്ചരിക്കുമ്പോഴാണ് ഈ കുരിശിന് പവർ ഉണ്ടാവുന്നത്. ഈ കുരിശിന് വേണമെങ്കിൽ വേറെ രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുരിശുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്ലാക്ക് മാസുകാരും പൈശാചിക ആരാധന നടത്തുന്നവരും കുരിശിനെയൊക്കെ പൈശാചിക ശക്തി കയറ്റി ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ ഇത് പറഞ്ഞ തീരാത്തത്ര അനുഭവങ്ങളും മേഖലകളുമുണ്ട്. ഈ വശീകരണ യന്ത്രങ്ങൾ കയറ്റി ഭക്ഷണത്തിലൂടെ, വസ്തുക്കളിലൂടെ, ഗിഫ്റ്റുകളിലൂടെയൊക്കെ നമ്മുടെ മക്കളെ വശീകരിച്ചു കൊണ്ട് പോകാൻ. ഞാൻ ഓർക്കാണ്, നമ്മുടെ ഇങ്ങനെ പോണ അനേകം മക്കളെ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം. കഴിച്ച ഒരു പെൺകുട്ടി വണ്ടി ഇടിച്ചു വന്നു. അവന് 10ാം ക്ലാസ്സും കുസ്തിയും എന്തൊക്കെയുള്ളൂ. ഈ പെൺകുട്ടി ഡോക്ടറാ. എന്ത് പൊരുത്തമുണ്ട്. പക്ഷെ ഇവനാൽ വശീകരിക്കപ്പെട്ട് ഈ ഡോക്ടറായ ഈ പെൺകുട്ടി ഇവന്റെ പിന്നാലെ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ വശീകരിക്കപ്പെട്ടു പോകുമ്പോൾ ഈ കുഞ്ഞിനെ അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, കുടുംബത്തെ വിട്ട്, പാരമ്പര്യം വിട്ട് ഒക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു പൈശാചിക ശക്തിയിലേക്ക് നയിക്കുന്നത് വശീകരണ യന്ത്രങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആത്മാക്കളുമാണ്. അപകടകരമായ ഒരു ലോകത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ആ മക്കള് സ്കൂളിൽ പോയി വരുമ്പോ, കോളേജിൽ പോയി വരുമ്പോ, പുറത്തു പോയി വരുമ്പോ ഈ മക്കൾക്ക് വേണ്ടി അപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ മക്കളിലേക്ക് ഒന്ന് കടന്നു വരാതിരിക്കാൻ ഈ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഭക്ഷണത്തിലൂടെ ഇന്ന് സത്യം പറഞ്ഞ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹലാല് ഭക്ഷണങ്ങള്, മറ്റു പല സാധനങ്ങള്, ഇതിലൂടെയൊക്കെ ഊതിയും മറ്റു പല കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഒരു വശീകരണ യന്ത്രങ്ങളാക്കി ചില ആത്മാക്കളെ കയറ്റി പൈശാചികമായ ഒരു മന്ദതയിലേക്കും ഒരു അലസതയിലേക്കും പെട്ടെന്ന് പാപത്തിലേക്ക് വീണു പോകുന്ന ലഹരിയിലേക്കൊക്കെ വശീകരിക്കപ്പെട്ടുകൊണ്ട് പോവാ. പറഞ്ഞില്ലേ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആ അടിമത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയില് ഈ മക്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പിശാചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ വശീകരിക്കപ്പെട്ട് പല പല പാപത്തിലേക്ക്, ജഡിക പാപത്തിലേക്ക്, ഇനി മൊബൈൽ ഗെയിമുകള്, പിശാചിക ശക്തി ആവാഹിച്ചെടുത്ത പല പല ഗെയിമുകള്, അത് കണ്ടു കഴിഞ്ഞ പിന്നെ ആ കുഞ്ഞിനെ ഈ ആത്മാവ് അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകും. അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിമയാ. ഈ പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, അവന്റെ വിളി കേട്ടാൽ, അവന്റെ സ്വരം കേട്ടാൽ എന്റെ അച്ഛാ അറിയാതെ ഞാൻ പോവാ, എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റണില്ല, എന്തോ ഒരു ശക്തി എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാ. അതെന്ത് ശക്തിയാ മക്കളെ? പരിശുദ്ധാത്മാവുള്ള മക്കള് ആരും ഇത് ചെയ്യില്ല, ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. ഇത് ഇത്രയും നാൾ അമ്മയുടെ അപ്പന്റെ പുന്നാര മോള്, ആങ്ങളമാരുടെ പുന്നാര അനിയത്തിക്കുട്ടി, അങ്ങനെ നിന്ന മക്കളൊക്കെ, അത് CA കഴിഞ്ഞ മക്കള്, MTech കഴിഞ്ഞ മക്കള്, ഡോക്ടർമാരായ മക്കള്, BSc നഴ്സിംഗ് കഴിഞ്ഞ മക്കള്, ഉന്നതമായ ജോലി ചെയ്ത മക്കള്, ഒന്നുമില്ലാത്ത 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ കഴിഞ്ഞ് മയക്കുമരുന്നിനും കഞ്ചാവിനും അഡിക്റ്റഡ് ആയ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോണമെങ്കിൽ ആ മക്കൾ നയിക്കുന്നത് സാമാന്യ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവല്ല, പക്ക പിശാച് വശീകരണ ഈ ശക്തി യന്ത്രങ്ങൾ. ഇത് പറയുമ്പോ
ചിലെങ്കിലൊക്കെ വേറെ രീതി ചിന്തിക്കും. പക്ഷെ മക്കളെ, ഇത് സത്യമായൊരു കാര്യമാണ് അച്ഛൻ ഈ പറയുന്നത്. ഒത്തിരിയേറെ മക്കളുടെ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മളിത് അറിയണം, പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സംഗതികള്, അവസ്ഥകള്, പൈശാചിക പ്രവർത്തികള് ഇന്ന് സമൂഹത്തില് പിശാച് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി പല സമൂഹങ്ങളെ, പല ഗ്രൂപ്പുകളെ, പല വ്യക്തികളെ, ചില വർഗങ്ങളെ പിശാച് ഉപയോഗിക്കുമ്പോ നമ്മുടെ മക്കളും നമ്മൾ സൂക്ഷിക്കണം. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ മനസ്സിലാക്കണം. വേണ്ടാത്ത കൂട്ടുകെട്ട്, വേണ്ടാത്ത ഭക്ഷണം കഴിക്കാൻ പോക്ക്, വേണ്ടാത്ത ബന്ധങ്ങള് ഒരു പരിധി വിട്ട് ആരെയും അടുപ്പിക്കാതെ, ഞാൻ ആരാണ്, തമ്പുരാന്റെ മോള്, എന്റെ ശരീരം എന്താണ്, ദൈവത്തിന്റെ ആലയം, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ദൈവത്തിന്റെ വചനമുണ്ട്, എനിക്ക് കൂദാശയുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഈ അടിസ്ഥാനത്തില് നമ്മുടെ മക്കൾ ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ സത്യം നമ്മുടെ മക്കളെ വശീകരിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ദുഷ്ടശക്തികൾ ഇന്ന് അതിപ്രബലമാണ്, അതിശക്തമാണ്. ഇത്രയും അച്ഛൻ പറയുന്നുള്ളൂ ഈ ഒരു മേഖലയെ കുറിച്ച്. ജസ്റ്റ് ഒരു അറിവ് കിട്ടാൻ വേണ്ടി മാത്രം. ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ഈ മേഖലയിൽ പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം ജീവിക്കാൻ. ഇനി എനിക്ക് നിങ്ങളോട്, മാതാപിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ വളരെയേറെ ശ്രദ്ധിക്കണം. അവരുടെ മുഖഭാവം നോക്കണം. അവരുടെ മുഖത്തേക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പനും അമ്മയും മക്കളുടെ കണ്ണിലേക്ക് നോക്കണം. അവരെ സ്നേഹിക്കണം. ഓരോ കാര്യം പറഞ്ഞു കൊടുക്കണം. അവർ ചെറിയ മാറ്റം പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ മക്കളെ അതുപോലെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും എന്ന പോലെ മക്കൾ വരുമ്പോ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. വെഞ്ചിരിച്ച ഹന്നാം വെള്ളം നമ്മുടെ വീട്ടിലൊക്കെ വെക്കുക. കുരിശ് വരച്ച് ആ മക്കളെ ആശീർവദിക്കുക. ഇടയ്ക്കൊക്കെ ഹന്നാം വെള്ളമൊക്കെ തളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ മക്കളെ എപ്പോഴും വിശുദ്ധീകരിച്ച്, ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങള് ചില നോട്ടത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒന്നും വന്നിട്ടുണ്ടെങ്കിലും അതിനെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഈശോയോട് പറയണം. സക്രിയ 2:4-5, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടി ഞങ്ങളുടെ മധ്യയെ ഞങ്ങളുടെ മഹത്വമായിരിക്കണം. കർത്താവേ, ജോബിന്റെ മക്കൾക്ക് ചുറ്റും വേലി കെട്ടിയതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും വേലി കെട്ടണം. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ച പോലെ ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ എന്റെ മോനെ, എന്റെ മോളെ പൊതിഞ്ഞു പിടിക്കണം. ശത്രു കാണാത്ത വിധം, സാത്താൻ തൊടാത്ത വിധം ഒരു തിന്മയുടെ ആധിപത്യവും അധികാരികളും വശീകരണ യന്ത്രങ്ങളും കീഴടക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മക്കളെ ഇന്ന് പൊതിഞ്ഞു പിടിച്ചില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ കൊത്തിക്കൊണ്ടു പോകാൻ സാത്താൻ അതിശക്തമായി ഇതുപോലെ പല പല വശീകരണ യന്ത്രങ്ങൾക്കൊക്കെ അടിമപ്പെടുത്താൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പല വർഗങ്ങളും അണിഞ്ഞൊരുങ്ങി സെറ്റപ്പായിട്ട് പ്രേമം നടിച്ച്, സ്നേഹം നടിച്ച്, എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം ഇതും കൊടുത്ത് നശിപ്പിച്ചു കൊണ്ടുപോയ എത്രയോ മക്കളുണ്ട്. പഠിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനി പെങ്കൊച്ചങ്ങള്, അവൻ ഇതുപോലെ തീവ്രവാദി അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് ബന്ധങ്ങളും പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ എത്രയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ മക്കളുടെ കണ്ണ് തുറന്നിട്ടില്ല, നമ്മുടെ സഭയുടെ കണ്ണ് തുറന്നിട്ടില്ല, നമ്മുടെ വൈദികരുടെ കണ്ണ് തുറന്നിട്ടില്ല. സത്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് സംരക്ഷണം ഏർപ്പെടുത്തി മക്കളെ പൊതിഞ്ഞു പിടിക്കേണ്ട മക്കൾ അതിന് തുനിയാതെ വരുമ്പോ ഇതിങ്ങനെ എത്ര കണ്ടിട്ടും കേട്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത രീതിയിൽ നമ്മുടെ സഭയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും തകർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നശിക്കേണ്ടവരല്ല. നമ്മളിങ്ങനെ വശീകരിക്കപ്പെട്ട് ജഡിക പാപത്തിലേക്കും മദ്യത്തിലേക്കും ലഹരിയിലേക്കും തെറ്റായ പ്രേമക്കുരുക്കിലേക്കും നാശത്തിലേക്കും തകർക്കപ്പെടേണ്ടവരല്ല. നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ പഠന മേഖലകൾ നശിച്ച് തകർന്നു പോകേണ്ടതല്ല. ഒരു ശക്തിക്കും കീഴടക്കാത്ത വിധം സ്വർഗത്തിന്റെ സംരക്ഷണം, സ്വർഗത്തിന്റെ പരിപാലന ചോദിച്ചു വാങ്ങിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ഈ തിരിച്ചറിവോടെ വശീകരണ യന്ത്രങ്ങൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോകുന്ന എല്ലാ മക്കളെയും എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവികാന സന്നിധിയില് വലിയ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, നാം എല്ലാവരെയും നമ്മുടെ മക്കളെയും പൊതിഞ്ഞു പിടിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി, വിശുദ്ധിക്കും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന്
അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയിൽ ആശ്രയിക്കുന്ന മക്കളെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ഒരിക്കലും അങ്ങ് കൈവിടരുത്. അങ്ങയുടെ ശക്തമായ ഇടപെടല് സൗഖ്യമായി, വിടുതലായി, സമൃദ്ധിയായി, ജീവന്റെ സമൃദ്ധിയായി, രക്ഷയായി കർത്താവെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ. ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അങ്ങയെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇടപെടണമേ, ഏറ്റെടുക്കണമേ, ബലപ്പെടുത്തണമേ, കരുണയായിരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വശീകരണ യന്ത്രങ്ങളിൽ നിന്നും, പൈശാചികമായ എല്ലാ ആധിപത്യത്തിൽ നിന്നും, എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന ദിവസം അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുവാനും തകർക്കുവാനും പഠനം മുടക്കാനും ജീവിതം തന്നെ വഴിമുടക്കാനും വേണ്ടി ഒത്തിരിയേറെ വശീകരണ യന്ത്രങ്ങളും ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ക്ഷുദ്രപ്രവൃത്തികളുടെ, ഒത്തിരിയേറെ വശീകരണ ശക്തികളുടെ, ഒത്തിരിയേറെ പൈശാചിക ആക്രമണങ്ങളുടെ ശക്തമായ ആധിപത്യം അതിശക്തമായിട്ട് ഇന്ന് നിലനിൽക്കുമ്പോ മയക്കുമരുന്നിലേക്കും തെറ്റായ പ്രേമക്കുരുക്കുകളിലേക്കും ജടിക പാപങ്ങളിലേക്കും ലോകത്തിന്റെ ഭക്ഷണത്തിന്റെ പൈശാചികതയിലുമൊക്കെ നയിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ പിശാചിന്റെ പിടിയിലമർത്തുവാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക അപകടങ്ങളിൽ നിന്നും, പ്രലോഭനത്തിൽ നിന്നും, വശീകരണ ശക്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ ശക്തമായ കരം നീട്ടി ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങയുടെ കണ്ണ് എപ്പോഴും ഞങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഒരു തിന്മയും കടന്നു വരാതെ, ഒരു പിശാചിനും കീഴടക്കാൻ പറ്റാതെ, സാത്താന് കാണാൻ പോലും പറ്റാത്ത വിധത്തില് ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ, അങ്ങയുടെ ചിറകിന്റെ മറവിൽ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ. അതിനായി കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ, ഒതുങ്ങി പിടിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടണമേ. സക്രിയ 2:4-5 അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളുടെ മധ്യയെ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. കർത്താവേ, കോട്ട കെട്ടണമേ, സാന്നിധ്യം നൽകി മഹത്വമായി തീരണമേ. വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഭവിക്കട്ടെ. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ, തിന്മ കാണാൻ പറ്റാത്ത വിധം, ദുഷ്ടനെ നോക്കാൻ പറ്റാത്ത വിധം, കർത്താവേ, ഒരു പിശാചും ഞങ്ങളെ കാണാത്ത വിധത്തിൽ അങ്ങയുടെ ചിറകിന്റെ മറവിൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഒന്നിനും അടിമപ്പെടാതിരിക്കട്ടെ. ഒരു വശീകരണ യന്ത്രങ്ങളും ഞങ്ങളുടെ മക്കളെ സ്വാധീനിക്കാൻ ഇടയാകാത്ത വിധം കർത്താവേ, അങ്ങയുടെ ശക്തമായ കരം നീട്ടി ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ കർത്താവേ സുരക്ഷിതരാക്കണമേ.
ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ഇതിനോടകം വീണ് പോയ, വശീകരണ യന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയ, സാത്താന്റെ കെണികളിൽ പെട്ടുപോയ, അവന് വച്ച വലയിൽ കുരുങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടുകളെ പൊട്ടിച്ച്, കൂടുകളെ തകർത്ത്, കെണികളെ തകർത്ത്, ആധിപത്യങ്ങളെ തകർത്ത്, വശീകരണ യന്ത്രങ്ങളെ നശിപ്പിച്ച് തകർത്ത് കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങുന്ന അങ്ങയുടെ അപരിമയ നാമത്തിന്റെ ശക്തിയിൽ കർത്താവേ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ബന്ധിച്ച് പൊട്ടിച്ച് തകർത്തെറിഞ്ഞ് ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ശക്തി പുറപ്പെടട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് ഇപ്പോൾ പുറപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. ലഹരിയുടെ പിടിയിൽ നിന്ന്, പ്രേമക്കുരുക്കിൽ നിന്ന്, ജഡിക പാപത്തിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന്, എല്ലാ തിന്മയുടെ ദുരാത്മ ദുർഭൂത പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനായി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളും കാണട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവികാന സന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും കർത്താവിന്റെ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും കോട്ട കെട്ടി പൊതിഞ്ഞ് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നദ്ധയിൽ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വലിയ വിടുതലിനും സംരക്ഷണത്തിനും വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം അതിനായി നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.